ജനനമരണ രജിസ്ട്രേഷനിൽ നിർണായക ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ. സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ ഇനി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നിർബന്ധമാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ജനനമരണ രജിസ്ട്രേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. നിലവിലെ നിയമത്തിലെ 13/3/A വകുപ്പ് പുതുതായി ചേർത്താണ് ഭേദഗതി കൊണ്ടുവരുന്നത്. നിലവിൽ ജനനമോ മരണമോ 1 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നീട് എത്ര വൈകിയാലും ജില്ലാ മജിസ്ട്രേറ്റിന്റെയോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെയോ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം 1 വർഷം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് വരെ ജില്ലാ മജിസ്ട്രേറ്റോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റോ ജില്ലാ മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ നൽകുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രജിസ്ട്രേഷൻ അനുവദിക്കുക. 2 വർഷത്തിന് ശേഷമുള്ള അപേക്ഷകളിൽ പ്രാദേശികാധികാര പരിധിയിലുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നിർബന്ധമാകും. അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിച്ച ശേഷമേ ജനനമോ മരണമോ യഥാർത്ഥത്തിൽ നടന്നതാണെന്ന് ഉറപ്പാക്കി അനുമതി നൽകുകയുള്ളൂ. സർക്കാർ നിശ്ചയിക്കുന്ന ഫീസും അപേക്ഷകൻ അടയ്ക്കേണ്ടതായിരിക്കും. വ്യാജരേഖകൾ ഉപയോഗിച്ച് അനർഹമായ ആനുകൂല്യങ്ങൾ നേടുന്നതും പൗരത്വവുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങളും തടയുകയാണ് ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.